അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസി സമൂഹം സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന സുദിനത്തിലാണ് ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അധ്യാപനങ്ങളിലൂടെയും വിശ്വാസികൾക്ക് അനുവദിക്കുകയും നിയമമാക്കിത്തരികയും ചെയ്ത ആഘോഷവേളയിലാണ്, ആനന്ദ ദിവസത്തിലാണ് അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് ധാരാളമായി അള്ളാഹുവിനെ സ്തുതിച്ചും വാഴ്ത്തിയും അവൻ്റെ മുമ്പിൽ ഓരോരുത്തരും ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തി, വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി സ്മരിച്ചുകൊണ്ട് അവൻ നമുക്ക് ഉപജീവനമായി നൽകിയിട്ടുള്ള മൃഗത്തെ അവൻ്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് ഈ സന്തോഷത്തെ, ഈ ആഘോഷത്തെ നിലനിർത്തണം. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അഫ്ളലൽ അയ്യാമി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം യൗമുൻ നഹർ, അത് ബലിയുടെ ദിവസമാണ്, പെരുന്നാളിൻ്റെ, ബലിപെരുന്നാളിൻ്റെ സുദിനമാണ്. ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ദിവസം വിശ്വാസികൾ ഒരുമിച്ചിട്ടുള്ള ഇന്നേ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹനീയമായ മഹത്വരമായ അറിയിപ്പാണ് അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, കേവല സന്തോഷ പ്രകടനമല്ല
ആഹ്ലാദമല്ല വിശുദ്ധ ഇസ്ലാം ആഘോഷം എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. മറിച്ച് ലോകത്തിൻ്റെ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് സമ്പൂർണ്ണ മാതൃകയായി പഠിപ്പിക്കപ്പെട്ട ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ആ അധ്യാപനങ്ങളെ അന്വർത്ഥമാക്കി വളരെ മാന്യതയോടെ മര്യാദകൾ പാലിച്ച് ആഘോഷിക്കുക, സന്തോഷിക്കുക എന്നതാണ് ഈ മഹത്തായ ശ്രേഷ്ഠമായ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. സന്തോഷം സ്വപ്നം കാണാൻ സാധിക്കാത്തവർ നമുക്കിടയിൽ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നത് വളരെ വലിയ വസ്തുതയാണ്. ഒരുപാട് വലിയ അക്രമങ്ങൾക്കും അനീതിക്കും അടിമപ്പെട്ടവർ സഹോദരങ്ങളെ നമ്മുടെ അറിവിലും അകലെയുമായി ഒട്ടേറെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തിന്മകളുടെ എല്ലാ അതിരുകളും ഭേദിച്ച് മുഴുവൻ നന്മകളെയും കാറ്റിൽ പറത്തിക്കളയുന്ന, തകർത്ത് കളയുന്ന ഒരുപാട് ആളുകൾ വിലസുന്ന ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കൂട്ടുകാർ എന്ന്, ഖലീലുല്ലാഹ് അല്ലാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് പ്രത്യേക സ്ഥാനം കൊടുത്ത് പരിചയപ്പെടുത്തിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ്റെ ത്യാഗനിർഭരമായ, ത്യാഗസമ്പൂർണമായ ജീവിതത്തെ ഓർത്തുകൊണ്ടാണ്, സ്മരിച്ചുകൊണ്ടാണ് ഈ മുസല്ലയിൽ നാം എല്ലാവരും സമ്മേളിച്ചിട്ടുള്ളത്. ഖലീലുല്ലാഹ് അല്ലാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുല്യതയില്ലാത്ത മാതൃകാപൂർണമായ ജീവിതത്തെ അർത്ഥവത്തായി ഉൾക്കൊണ്ടാണ്, അന്വർത്ഥമാക്കാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ നാം എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയപ്പോൾ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ എന്നാണ്. ഇബ്രാഹിം ആരാണ്? ഉമ്മത്താണ്. കാന ഉമ്മത്തൻ അഥവാ മാതൃക പിൻപറ്റപ്പെടാൻ യോഗ്യത നേടിയ ഒരു ഇമാമാണ്, ഒരു നേതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, സൂക്ഷ്മത പാലിക്കുന്ന, നന്മയിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ, സൽ സ്വഭാവങ്ങളിലൂടെ ജീവിക്കുന്നവർക്ക് നാഥ ഞങ്ങളെ മാതൃകയാക്കി, നേതാക്കളായി, അതിന് മുന്നിൽ നിൽക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭക്തിയുള്ള മനസ്സിൻ്റെ ഉടമയായി ജീവിച്ച വ്യക്തിത്വമാണ് എന്ന് ആ പ്രവാചകന്റെ ചരിത്രം പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആത്മാർത്ഥമായി ഭയഭക്തിക്ക് വേണ്ടി, ആത്മാർത്ഥതയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾ വിശ്വാസികളെ ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, ഭക്തിയില്ലാത്ത, അതുപോലെ തന്നെ ആത്മാർത്ഥതയില്ലാത്ത, പേടിയില്ലാത്ത മനസ്സിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫാണ്, ഋജുവായ, വക്രതയില്ലാത്ത, കളങ്കമില്ലാത്ത മാർഗത്തിൻ്റെ ഉടമയായി നിയോഗിക്കപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കപ്പെട്ടത് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ നേരായ, ചൊവ്വായ, നിഷ്കളങ്കമായ പാത പ്രവാചകരെ നിങ്ങൾ പിൻപറ്റണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഹനീഫ് എന്ന വാക്കിൻ്റെ അർത്ഥം കളങ്കമില്ലാത്ത മാർഗം എന്നാണ്.
ലാ ഇലാഹ ഇല്ലല്ല കേടുവരാത്ത, വിശ്വാസം കേടുവരുത്താത്ത, കുഫറും ഷിർക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നൂലാമാലകളുമില്ലാത്ത കറകളഞ്ഞ തൗഹീദിന്റെ മാർഗത്തിനാണ് ഹനീഫ് എന്ന് പറയപ്പെടുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം ആ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാട് മലിനമായി കിടക്കുകയാണ്. നാം വസിക്കുന്ന അന്തരീക്ഷം ഒരുപാട് മാലിന്യങ്ങളുടെ മണം പരന്ന അന്തരീക്ഷമാണ്. ഏതൊക്കെ രൂപത്തിലുള്ള മാലിന്യങ്ങളാണ്? തൊട്ടതും പിടിച്ചതുമെല്ലാം വേണ്ട എന്ന് വെക്കുന്ന, അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും അള്ളാഹുവിൻ്റെ ദീൻ പരിപൂർണമായി ഒഴിവാക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിനെ വേണ്ട എന്ന് വെക്കുന്ന തനിച്ച നിഷേധികളായി ഒരുപാട് ആളുകൾ മാറ്റപ്പെട്ട ഒരു കാലഘട്ടമാണ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് മനസ്സുകൊണ്ട് ഓടേണ്ടതിന് പകരം മനുഷ്യനിർമ്മിത ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക്, ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ പല വർണ്ണങ്ങളിലും പല നിറങ്ങളിലും രംഗപ്രവേശനം നടത്തപ്പെട്ടിട്ടുള്ള ആത്മീയ ചൂഷണ സദസ്സുകളിലേക്ക്, ആത്മീയ തട്ടിപ്പിൻ്റെ സദസ്സുകളിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ ഏത് രംഗത്തും അന്ധവിശ്വാസങ്ങൾ ഇടം പിടിച്ച, അനാചാരങ്ങൾ സ്ഥാനം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിലേക്കും എല്ലാ വാതിലുകളും തുറന്നുകൊടുത്ത് അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ മര്യാദകളും എല്ലാ ആദരവിൻ്റെ ഭാഗങ്ങളും ഹനിക്കപ്പെട്ട, അതെല്ലാം തകർക്കപ്പെട്ട, തച്ചുടക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. വഅൻ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. പ്രവാചകരെ, നിങ്ങൾ പ്രഖ്യാപിക്കുക, എൻ്റെ മുഖത്തെ ഞാനിതാ നേർമാർഗത്തിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ്. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളിൽ ഞാൻ ഉൾപ്പെടുകയില്ല. ഇത് പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനം അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രഖ്യാപനത്തെ നെഞ്ചേറ്റേണ്ടവരാണ്, ശിരസാവഹിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് പ്രത്യേകം തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ വിലക്കുകളെ മനസ്സിൽ നിന്ന് പിഴുതെറിയുന്ന ജീവിതമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇഖ്ലാസ് ഒരിക്കലും ചോർന്നൊലിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകരുത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹു സ്വീകരിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ മാനദണ്ഡം അത് ഇഖ്ലാസാണ്, അത് ആത്മാർത്ഥതയാണ്. ഇവിടെ ദുനിയാവിൽ പല കാര്യങ്ങളും അരിച്ചെടുക്കാറുണ്ട്. നമ്മൾ പല കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കാറുണ്ട്. സഹോദരങ്ങളെ, നാളെ പരലോകത്തേക്കുള്ള വിഭവമാകുന്ന, ഭക്ഷണമാകുന്ന, സമ്പത്താകുന്ന സൽപ്രവർത്തനങ്ങളെ അരിച്ചെടുക്കാനുള്ള ഏറ്റവും ബലവത്തായ അരിപ്പയാണ് ഇഖ്ലാസ് എന്ന് മനസ്സിലാക്കണം. അതൊരിക്കലും ചോർന്നു പോകാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാവുക, കപടന്മാരാകരുത്, വഞ്ചകരാകരുത്, ചതിയരാകരുത്, പറ്റിക്കുന്ന കബളിപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. ഒരിക്കലും വർഗീയതയുടെ, വിഭാഗീയതയുടെ, തീവ്രതയുടെ മുഖം ധരിച്ച, വേഷം ധരിച്ച ആളുകളായി നിങ്ങൾ മാറരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു ആരാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി, വളരെ നിഷ്കളങ്കതയോടെ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തെ
കൂടുതലായി ഓർക്കേണ്ട ഈ സന്ദർഭത്തിൽ ഏറ്റവും നന്നായി തവക്കുൽ ബോധമുള്ള, അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് കാരണങ്ങളെ ക്രമീകരിച്ചവനാണ്, നിശ്ചയിച്ചവനാണ് അള്ളാഹു. ആ കാരണങ്ങൾക്കപ്പുറം അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന ബോധം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹുവിൽ തവക്കുലാക്കാതെ കാരണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമല്ല. അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കി കാരണങ്ങളെ ആശ്രയിക്കാതെ, കാരണങ്ങളെ സ്വീകരിക്കാതെ ജീവിക്കുക എന്നതും വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമല്ല. അതുകൊണ്ട് തവക്കുലെന്ന ഇബാദത്തിന്, ആരാധനയെ മുറുകെ പിടിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. നന്നായി ക്ഷമിക്കാനും സഹിക്കാനും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സാക്ഷ്യവാക്യത്തിലൂടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിൽ ക്ഷമയില്ലെങ്കിൽ, സഹനമില്ലെങ്കിൽ ഈ ജീവിതം വേസ്റ്റാണ്, ഈ ജീവിതം മാലിന്യമാണ്. ഒരു സംശയവുമില്ല. ചീഞ്ഞു നാറിയ ഒരു വസ്തുവിന് തുല്യമായി ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കാത്ത ഒരാൾ മാറ്റപ്പെടും എന്നത് ഉറപ്പാണ്. നോക്കൂ നിങ്ങൾ, ക്ഷമയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ, ക്ഷമയുള്ള ഹാജറ ബീവിയിലൂടെ, ക്ഷമയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, ക്ഷമയുള്ള നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ള ഒരു സന്താന പരമ്പരയെ, ഒരു കുടുംബ പരമ്പരയെ ചരിത്രത്തിൽ നമുക്ക് വേണ്ടി തന്നു എന്നത് എന്തുമാത്രം വലിയ സമ്മാനമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ ക്ഷമ നോക്കൂ നിങ്ങൾ, തുല്യതയില്ലാത്ത ക്ഷമയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ക്ഷമിച്ചത് നോക്കൂ നിങ്ങൾ, എന്തുമാത്രം വലുതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ, അവരുടെ പിൻഗാമികളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും ആദർശബോധമുള്ള, നിലപാടിൽ ഉറച്ചുപോയിട്ടുള്ള, ക്ഷമയും സഹനവുമുള്ള, പ്രാർത്ഥനയും തവക്കുലുമുള്ള ഒരു കുടുംബമാണ് എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാമൂഹ്യ ബാധ്യത നിറവേറ്റപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അയൽവാസികളോടുള്ള ബന്ധങ്ങൾ, നാട്ടിലുള്ളവരോടുള്ള ബന്ധങ്ങൾ, ലോകത്തുടനീളമുള്ള മനുഷ്യരോട് നമുക്കുള്ള ബന്ധം, അതുപോലെ അകലെയുള്ളവരോട് നമുക്കുള്ള ബന്ധം, അറിയാത്തവരോട് നമുക്കുള്ള ബന്ധം, അറിയുന്നവരോട് നമുക്കുള്ള ബന്ധം, ഇതെല്ലാം കൃത്യമായി ഊട്ടി ഉറപ്പിക്കാൻ പഠിപ്പിക്കപ്പെട്ട ജീവിതമാണ് പ്രവാചകന്മാരുടെ ജീവിതം. മാത്രവുമല്ല, എല്ലാ രംഗത്തും ഏത് ഘട്ടത്തിലും മല പോലെ പരീക്ഷണങ്ങൾ കുമിഞ്ഞുകൂടി ഉരുണ്ടുകൂടി വന്നാലും സമർപ്പണ ബോധം കൈവിടാത്ത, അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ യഥാർത്ഥ അനുസരണയുള്ള അടിമയായി മാറുക എന്നത് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാർ ഒരിക്കലും മറന്നുപോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആഫിയത്തിൽ, സൗഖ്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ലഭിക്കുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ദീനിൻ്റെ കാര്യങ്ങളെ ഒഴിവാക്കണം, അതിലുള്ള ഇളവുകളെ എടുക്കണം എന്നതാണ് ആദ്യമായി നമ്മൾ ആലോചിക്കുക. ഒരിക്കലും ഭൗതിക വിഷയങ്ങളിൽ വരുത്താൻ പറ്റിയ ഇളവുകൾ, മാറ്റി നിർത്താൻ പറ്റിയ കാര്യങ്ങൾ, ആ നിലക്കൊരാലോചന നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വരാറില്ല. നിസ്കാരത്തിൽ ഇളവുണ്ടോ, നോമ്പിൽ ഇളവുണ്ടോ, സകാത്തിൽ ഇളവുണ്ടോ, സ്വതക്കയിൽ ഇളവുണ്ടോ, ഇങ്ങനെ ആലോചിക്കുന്ന അവസ്ഥയാണ് മനുഷ്യരായ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. അതല്ല പ്രിയപ്പെട്ടവരെ, ഏത് ഘട്ടത്തിലും എത്ര ശതമാനം എൻ്റെ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായ നിമിഷം, ആ നിമിഷം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമേ നീ കീഴ്പ്പെട്, നീ അനുസരണയുള്ള സമർപ്പണ ബോധമുള്ള ഒരാളാക്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എൻ്റെ റബ്ബിന് വേണ്ടി ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാനിതാ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ആ പ്രഖ്യാപനം നോക്കൂ നിങ്ങൾ, എത്രമാത്രം വലിയ പരീക്ഷണങ്ങൾക്ക് നടുവിലാണ്,
പരീക്ഷണങ്ങളുടെ ഒരു ചുഴിയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടായത്. പിതാവിലൂടെ പരീക്ഷിക്കപ്പെട്ടു, സമൂഹത്തിലൂടെ പരീക്ഷിക്കപ്പെട്ടു, കുടുംബം മൂലം പരീക്ഷിക്കപ്പെട്ടു, ആദർശം മൂലം പരീക്ഷിക്കപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാതൊരു മനക്ലേശതയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ എൻ്റെ റബ്ബിന് വേണ്ടി ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, വ ഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ, എൻ്റെ റബ്ബിന് കീഴ്പ്പെടാൻ ഞാനിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കാനുള്ള, അതിനെ ശക്തിപ്പെടുത്താനുള്ള, കൂടുതൽ ഉന്മേഷത്തോടെ ഉണർവോടെ ഞാൻ റബ്ബിൻ്റെ അടിമയാണ്, അള്ളാഹു എൻ്റെ ഉടമയാണ് എന്ന് സഹോദരങ്ങളെ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാക്കിറൻ ലിഅൻഉമിഹി, കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ശുക്ർ കാണിച്ച അടിമയാണ്. കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങളുടെ മറവിൽ നന്ദികേട് കാണിക്കുക എന്നതാണ് ഏറ്റവും അധികമായിട്ടുള്ളത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരിക പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, എൻ്റെ റബ്ബിന് ശുക്ർ കാണിക്കുന്ന അടിമയാകണ്ടേ, എൻ്റെ റബ്ബിന് നന്ദി കാണിക്കുന്ന അടിമയാകണ്ടേ. സഹോദരങ്ങളെ, ആ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഇജ്തബാഹു, അള്ളാഹു തെരഞ്ഞെടുത്തു എന്നാണ്. ഈ ഉമ്മത്തിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവജ്തബാക്കും, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്? തിന്നാൻ മാത്രമല്ല, കുടിക്കാൻ മാത്രമല്ല, ദുന്യാവിൽ സുഖിക്കാൻ മാത്രമല്ല, ദുന്യാവിലെ സുഖങ്ങളിൽ സുഖലോലുപരായി ആനന്ദിക്കുന്നവരായി മാറാനല്ല, മറിച്ച് എല്ലാ സുഖങ്ങളുടെയും തണൽ കൊണ്ട് ജീവിക്കുമ്പോൾ നാളെ അർശിന്റെ തണൽ ലഭിക്കാൻ, സ്വർഗത്തിൽ ഒരിടം ലഭിക്കാൻ, പ്രിയപ്പെട്ടവരെ, നന്നായി അള്ളാഹുവിന് വേണ്ടി, അവൻ്റെ ദീനിനു വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരായി, അധ്വാനിക്കുന്നവരായി നമ്മൾ മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗം, ആ മാർഗം കപടതയുടെ മാർഗമല്ല, നിഷേധത്തിൻ്റെ മാർഗമല്ല, പരിഹാസത്തിൻ്റെ മാർഗമല്ല, അന്ധവിശ്വാസത്തിൻ്റെ മാർഗമല്ല, അനാചാരങ്ങളുടെ മാർഗമല്ല, ഷിർക്കിൻ്റെയും ഖുറാഫത്തിൻ്റെയും മാർഗമല്ല, അതുപോലെ തന്നെ തീവ്രതയുടെ, വർഗീയതയുടെ, വിഭാഗീയതയുടെ മാർഗമല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള വിപ്ലവ സംസ്കാരമല്ല, സമരമുറകളല്ല. അതല്ല സിറാത്തുൽ മുസ്തഖീം. മറിച്ച് എല്ലാം സഹിച്ച്, എല്ലാം ത്യജിച്ച്, എല്ലായിടത്തും ക്ഷമിച്ച്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല സമർപ്പണ ജീവിതം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന സമാധാനത്തിൻ്റെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. സമാധാനത്തിൻ്റെ വെളിച്ചമാണ് സിറാത്തുൽ മുസ്തഖീം. സമാധാനത്തിൻ്റെ ഒരു തുരുത്താണ്, അതിൻ്റെ ഒരു തണലാണ് സിറാത്തുൽ മുസ്തഖീം. ആ ബോധം നമുക്കില്ല എങ്കിൽ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, ഈ ദിവസത്തിലെ ഏറ്റവും വലിയ തദ്ഹിയത്ത്, ഏറ്റവും വലിയ സമർപ്പണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ ആത്മാർത്ഥമായി കൊടുക്കുക എന്നതാണ്. അതാരോടുമുള്ള ദേഷ്യം തീർക്കലല്ല, ആരോടെങ്കിലും വിദ്വേഷം തീർക്കലല്ല, ഏതെങ്കിലും മതവിഭാഗത്തെ വ്രണപ്പെടുത്തലല്ല, മറിച്ചെന്താണ്? അള്ളാഹു നമുക്ക് അന്നമായി തന്നത്, ആ അന്നമായി തന്നതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുകയാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാരെയെങ്കിലും വേദനിപ്പിക്കലാണെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അരിഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. ഒരു ഭക്ഷണവും നമുക്ക് മനസ്സറിഞ്ഞ് തിന്നാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ആ ഭക്ഷണത്തെ പല നിലക്കും കാണുന്ന ആളുകളുണ്ട്. അരിയോട് പല നിലക്കും സമീപിക്കുന്നവരുണ്ട്, പച്ചക്കറിയോട് പല നിലക്കും സമീപിക്കുന്നവരുണ്ട്, ഫലവർഗ്ഗങ്ങളോട് പല നിലക്കും സമീപിക്കുന്നവരുണ്ട്. ആ സമീപനങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്കിഷ്ടമുള്ളത് കഴിക്കുന്നു, ഭക്ഷിക്കുന്നു. അതാണ് അള്ളാഹു നൽകിയ ഉപജീവനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിച്ച്, അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്,
അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. എന്താ അത് പറഞ്ഞാൽ? അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ നിയമങ്ങൾ, അവൻ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ അതിനെ ശിരസാ വഹിക്കുക എന്നതാണ്. അവൻ വിലക്കിയതിനെ തൊട്ട് വിട്ടു നിൽക്കുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആരാധനക്കർഹനായി അല്ലാഹു മാത്രമല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥനയിലാണ് പ്രിയപ്പെട്ടവരെ ആ ദിക്ർ അവസാനിക്കുന്നത്. അതിനാൽ ഈ ദിവസത്തിലെ സന്തോഷവും സമാധാനവും കളഞ്ഞു കുടിക്കാതെ, നിഷിദ്ധങ്ങളിലേക്ക് പോകാതെ, ചാനലിൽ മാറി മാറി വരുന്ന ആഭാസങ്ങൾക്ക്, വൃത്തികേടുകൾക്ക് മനസ്സ് വെച്ചു കൊടുക്കാതെ, ഏതെങ്കിലും ഗ്രൗണ്ടിൽ, ഏതെങ്കിലും ക്ലബിൻ്റെ കീഴിൽ, ഏതെങ്കിലും സാംസ്കാരിക ആളുകളുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന മ്യൂസിക് നിറഞ്ഞ ആട്ടവും ചാട്ടവും പാട്ടും തുള്ളലുമായി ഈ പവിത്രമാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട, മഹത്വമാക്കപ്പെട്ട ദിവസത്തെ കൊന്നുകളയുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന ഏറ്റവും ആഭാസമായ ഒരു ജീവിതം, വൃത്തികെട്ട ഒരു ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകരുത്. മാന്യമായ യാത്രകൾ, സന്തോഷ പ്രകടനങ്ങൾ, കുടുംബ സന്ദർശനങ്ങൾ, കൂട്ടുകാരെ ചേർത്ത് പിടിക്കൽ, രോഗികളെ സമാധാനിപ്പിക്കൽ, അവരെ കുടുംബത്തിൻ്റെ കൂടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കൽ, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത തോന്നിയവാസങ്ങൾക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നവർക്ക് നമ്മുടെ വിയർപ്പിൻ്റെ വിഹിതം കൊടുത്താൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കണക്ക് പറഞ്ഞു കുടുങ്ങും എന്നത് ഉറപ്പാണ്. ഒരിക്കലും അതിനുള്ളതല്ല ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അടിച്ചമർത്തപ്പെട്ട, ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അക്രമികളായി ലോകത്ത് തല ഉയർത്തി ഞെളിഞ്ഞു നടക്കുന്ന, വമ്പന്മാരെന്ന് വിചാരിക്കുന്ന പിശാചിൻ്റെ കൂട്ടാളികൾ, അല്ലാഹുവേ അവർക്ക് നാശം കൊടുക്കണേ. വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ. അല്ലാഹുവേ അവർക്ക് നാശം കൊടുക്കണേ. ഷിയായിസത്തിൻ്റെ, ജൂദായിസത്തിൻ്റെ, അതുപോലെ തന്നെ സയനിസത്തിൻ്റെ അത്തരം വേരുകൾ, അത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തെ, സ്വഭാവത്തെ, സംസ്കാരത്തെ കാർന്നെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതെല്ലാം ആഴമേറിയ ചതിക്കുഴികളാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിനെ അടുത്തറിയാനും അതിനെ വായിക്കാനും കേൾക്കാനും ഓരോ വിശ്വാസികളും സന്നദ്ധരാകണം. വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ. അക്രമികൾക്ക് നാശം കൊടുക്കണേ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. എല്ലാ അർത്ഥത്തിലും സമാധാനവും സന്തോഷവും സമൂഹത്തിന് കൈമാറി സ്വന്തത്തിനും കുടുംബത്തിനും കുടുംബാദികൾക്കും കൂട്ടുകാർക്കും ആ വലയത്തിൽ പങ്കാളികളാകാനുള്ള പരിശ്രമം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അയ്യാമുത്ത് ശരീഖ് 3 ദിവസങ്ങളിൽ തക്ബീർ വർദ്ധിപ്പിക്കുക. നന്നായി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിടുക, സമാധാനം കൈമാറുക. അയ്യാമുത്ത് ശരീഖിൽ നോമ്പൊരിക്കലും പാടില്ല. അതിലാണ് ഓരോ മാസത്തിൽ അയ്യാമിൽ ബീദിൽ 13 വരുന്നു. പക്ഷെ അന്ന് നോമ്പെടുക്കാൻ പാടില്ല. അത് ഇസ്ലാം തിന്നാനും കുടിക്കാനും സന്തോഷിക്കാനും അനുവദിച്ച ഒരു ദിവസമാണ്. ആ രൂപത്തിൽ നമ്മുടെ ദിവസങ്ങളെ ക്രമീകരിക്കുക. ആത്മാർത്ഥമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ്റെ യഥാർത്ഥ അടിമകളായി, നന്ദി കാണിക്കുന്ന അനുസരണയുള്ള അടിമകളായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമായ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളാൽ കഴിയുന്ന ഒരു തുക സ്വതക്ക നൽകി അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തൊരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, അനീതിക്ക് ഇരയാക്കപ്പെടുന്നു. അള്ളാഹു അവർക്ക് സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, പണ്ഡിതന്മാർ, വിശ്വാസികൾ, പ്രവർത്തകർ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.